ഹലോ കൂട്ടുകാരെ, നമസ്കാരം. സഹകാരി റൈസിലേക്ക് ഏവർക്കും സ്വാഗതം. സഹകാരി റൈസിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് 2007 വെർഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നോക്കുന്നപ്പോൾ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിൻ്റെ 4ാമത്തെ ഭാഗമാണ്. നമ്മൾ 3 പഠിച്ചല്ലയോ. കൺട്രോൾ ബോക്സ് പഠിച്ചു, 4 ഭാഗങ്ങൾ പഠിച്ചു. അപ്പോൾ ഇനി 5ാമത്തെ ഭാഗമാണ് പഠിക്കാനുള്ളത്. 5ാമത്തെ ഭാഗം ഏതാണ്? ഹെൽപ്പ് ഐക്കണാണ്. ഓക്കെ അല്ലേ? കൺട്രോൾ ബോക്സ്, ടൈറ്റിൽ ബാർ, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ഓഫീസ് ബട്ടൺ. ഇനി അടുത്ത് പഠിക്കാനുള്ളത് ഏതാണ്? അടുത്ത് പഠിക്കാനുള്ളത് ഈ പറഞ്ഞതുപോലെ കിടക്കുന്ന ഇങ്ങറ്റത്ത് റൈറ്റ് സൈഡിൽ താഴെയായിട്ട് കിടക്കുന്ന, റൈറ്റ് സൈഡിൽ കൺട്രോൾ ബോക്സിന് താഴെ ടൈറ്റിൽ ബാറിന് താഴെയായിട്ട് റൈറ്റ് കോർണറിൽ കിടക്കുന്ന ഹെൽപ്പ് ഐക്കണാണ്. ഓക്കെ അല്ലേ? ഇപ്പോൾ വേറെ ഒന്നുമില്ല. ഹെൽപ്പ് ഐക്കൺ നമുക്ക് അറിയാലോ. നമ്മുടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിൻ്റെ ടൂളുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഈ ടൂളുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ അവരിവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഹെൽപ്പ് ഐക്കണിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൽ കയറി അതെടുത്ത് പഠിക്കാം. അല്ലെങ്കിൽ അതിൽ തന്നെ ഓൺലൈനായിട്ട് ഇതിലില്ലാത്ത കൂടുതൽ ഇൻഫർമേഷൻസ് വേണമെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്ത് പോയിട്ടും പഠിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? അതാണ് ഹെൽപ്പ് ഐക്കൺ. ഹെൽപ്പ് ഐക്കണിൻ്റെ ഷോർട്ട് കട്ട് കീ F1 ആണ്. ഹെൽപ്പ് ഐക്കണിൻ്റെ ഷോർട്ട് കട്ട് കീ അത്രയേ ഉള്ളൂ, ഹെൽപ്പ് ഐക്കൺ. ഓക്കെ അല്ലേ? ഇനി മുതലാണ് നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതും ഒരുപാട് സമയമെടുക്കുന്നതുമായിട്ടുള്ള ഒരു ഭാഗമാണ് 6ാമത്തെ ഭാഗമായ 7 ടാബുകളും റിബൺസും. 7 ടാബ്സ് ആൻഡ് റിബൺസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമുക്ക് പോകാനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മൈക്രോസോഫ്റ്റ് വേർഡിന് 7 ടാബുകളുണ്ട്. അപ്പോൾ ഈ 7 ടാബുകളും ഇതിനകത്തുള്ള ഗ്രൂപ്പുകളും കമാൻഡുകളും ടൂളുകളും ഒക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഒരു വഴിയാവും. ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇനിയിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? ഈ 7 ടാബുകളും ആ 7 ടാബിനകത്തുള്ള കണ്ടൻറ്റുകളും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ, ഞാൻ ഇനി പറയാൻ പോകുന്ന വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ? അപ്പോൾ നിങ്ങളത് ചിന്തിക്കുക. എടാ, ഈ ടാബ് എന്ന് പറഞ്ഞാൽ എന്താ? ടാബ് എന്ന് നമുക്ക് ഒരു ഫംഗ്ഷനെ നമ്മൾ വിളിക്കണം. നമുക്കൊരു ഫംഗ്ഷനെ ടാബ് എന്ന് വിളിക്കണമെങ്കിൽ എപ്പോഴും ഓർമ്മിക്കുക, ഒരു ബോക്സിനകത്ത് കിടക്കുന്ന ടാബില്ലേ, ടാബ് ഒരു ബോക്സിനകത്ത്, റെക്റ്റാങ്കിൾ ബോക്സിനകത്ത് കിടക്കുന്ന ഹെഡിങ്ങുകളാണ് ടാബ് എന്ന് പറയുന്നത്. ആ ടാബിനെ ഫോളോ ചെയ്ത് വരുന്ന അടുത്ത സബ് ഹെഡിങ്, ടാബിൻ്റെ സബ് ഹെഡിങ്ങുകളെ നമ്മൾ ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഗ്രൂപ്പിനകത്താണ് കമാൻഡുകൾ ഉള്ളത്, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഉള്ളത്, അല്ലെങ്കിൽ ടൂളുകൾ ഉള്ളത്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കുക. മെയിൻ ഹെഡിങ് ടാബാണ്. ടാബിൻ്റെ സബ് ഹെഡിങ്ങുകൾ നമ്മൾ ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഗ്രൂപ്പിനകത്താണ് ടൂളുകൾ അല്ലെങ്കിൽ കമാൻഡുകൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഉള്ളത് എന്ന് പറഞ്ഞത്. അപ്പോൾ PSC കമാൻഡ് എന്ന് ചോദിച്ചാൽ അത് ഏതിനകത്തുള്ളതായിരിക്കും? ഗ്രൂപ്പിനകത്തുള്ളതായിരിക്കും. ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ അത് ഏതിനകത്തുള്ളതായിരിക്കും? ഗ്രൂപ്പിനകത്തുള്ളതായിരിക്കും. ടൂളെന്ന് ചോദിച്ചാൽ ഏതിനകത്തുള്ളതായിരിക്കും? ഗ്രൂപ്പിനകത്തുള്ളതായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിൽ വരണം. ക്ലിയർ അല്ലേ? ഓക്കെ. അതായത് ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിനകത്തുള്ള ടൂളാണ് പേസ്റ്റ് എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ? ശരിയാണ് എന്നുള്ളത് നമുക്ക് കിട്ടണം. ക്ലിയർ. ഫോണ്ട് ഗ്രൂപ്പിനകത്തുള്ളൊരു ടൂളാണ് സബ്സ്ക്രിപ്റ്റ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ് എന്ന് പഠിക്കണം. ക്ലിയർ അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ കണ്ടോ, ഇത് റെക്റ്റാങ്കിൾ ബോക്സിനകത്താണ് ഇവിടെ ആര് കിടക്കുന്നത്? ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ടാബ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഹോം ടാബ് ഉണ്ട്, കണ്ടല്ലോ. ഈ കാണുന്ന ഹോം ടാബ് എവിടെയാണ്? റെക്റ്റാങ്കിൾ ബോക്സിനകത്തല്ലേ കിടക്കുന്നത്? അങ്ങനെയാണല്ലോ കിടക്കുന്നത്. അപ്പോൾ ഇത് ടാബാണ്. ഈ ടാബിനെ ഫോളോ അപ്പ് ചെയ്ത് വരുന്ന അടുത്ത ഹെഡിങ്ങുകൾ, സബ് ഹെഡിങ് ആണ് ഏത്? ഗ്രൂപ്പുകൾ. ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈൽ, എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞത് അത് ഗ്രൂപ്പാണ്. അപ്പോൾ ടാബ് എന്താണ്, ഗ്രൂപ്പ് എന്താണ്, ടൂൾ എന്താണ്, ഫംഗ്ഷൻ എന്താണ്, കമാൻഡ് എന്താണ് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ? ശരി. അപ്പോൾ നമ്മൾ 6ാമത്തെ ഭാഗമായ 7 ടാബ്സ് ആൻഡ് റിബൺ എന്ന് പറയുന്ന ആ ഭാഗത്തേക്കാണ് പോകുന്നത്. 7 ടാബുകളും റിബൺസും പറഞ്ഞ് പഠിച്ച 7 ടാബുകളും റിബൺസും. അപ്പോൾ 7 ടാബ് ഏതൊക്കെയാണ് എന്നുള്ളത് ആദ്യം പഠിക്കണം. 7 ടാബ് ഏതൊക്കെയെന്നുള്ളതാണ്. 1ാമത്തെ ടാബാണ് ഹോം ടാബ്. മറക്കല്ലേ, എപ്പോഴും പ്രധാനമായിട്ട് ഓർമ്മിക്കുക. മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടാബാണ് ഹോം ടാബ്. 1ാമത്തെ ടാബ് ഹോം ടാബാണ്. 2ാമത്തെ ടാബ് ഇൻസേർട്ട് ടാബാണ്. അപ്പോൾ 1 ഹോം ടാബ്, 2 ഇൻസേർട്ട് ടാബ്, 3ാമത്തത് പേജ് ലേഔട്ട് ടാബാണ്. അപ്പോൾ 1 ഹോം ടാബ്, 2 ഇൻസേർട്ട് ടാബ്, 3 പേജ് ലേഔട്ട് ടാബാണ്. ഓക്കെ അല്ലേ? അടുത്തതാണ് റെഫറൻസസ് എന്ന് പറയുന്ന ടാബ്. ഓർമ്മിക്കുക, റെഫറൻസസ് എന്ന് പറയുന്ന ടാബാണ് അടുത്ത് വരിക. അടുത്ത് മെയിലിങ്സ് ആണ്. നെക്സ്റ്റ് വൺ റിവ്യൂ, അടുത്ത് വ്യൂ ആണ്. ക്ലിയർ അല്ലേ? ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്,
റെഫറൻസസ്, മെയിലിങ്സ്, റിവ്യൂ, വ്യൂ എന്ന് പറയുന്ന 7 ടാബുകളാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിന് ഉള്ളത്. ഓക്കെ അല്ലേ? ഇതിൽ ഈ ഓരോ ടാബും ആക്സസ് ചെയ്യാൻ വേണ്ടി ആക്സസ് കീകളുണ്ട്. ക്ലിയർ അല്ലേ? അതിൽ ഹോം ടാബിൻ്റെ ആക്സസ് കീ എന്ന് പറയുന്നത് നോക്കുക, Alt+H ആണ്. Alt+H ആണ്. ഹോം ടാബ് ആക്സസ് ചെയ്യാൻ ആക്സസ് കീ ആണ് Alt+H. ഇൻസേർട്ട് ടാബ് ആക്സസ് കീ ആണ് Alt+N. ഹോം ടാബ് ആക്സസ് ചെയ്യാനുള്ളത് Alt+H. ഇൻസേർട്ട് ടാബ് ആണെങ്കിൽ Alt+N. പേജ് ലേഔട്ട് ടാബ് ആണെങ്കിൽ Alt+P ആണ്. പേജ് ലേഔട്ട് ടാബ് Alt+P ആണ്. ഇനി റെഫറൻസസ് ആണെങ്കിൽ റെഫറൻസസിൻ്റെ നോക്കിയ Alt+S ആണ്. മെയിലിങ്സ് ആണെങ്കിലോ Alt+M ആണ്. റിവ്യൂ ആണെങ്കിൽ Alt+R ആണ്. വ്യൂ ആണെങ്കിൽ Alt+W ആണ്. അപ്പോൾ നോക്കി, ടാബുകൾ 7 ടാബുണ്ട്. 7 ടാബുകളും റിബണുമാണുള്ളത്. ക്ലിയർ അല്ലേ? റിബൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ടാബ് അറിയാം, ഗ്രൂപ്പ് അറിയാം, കമാൻഡ് അറിയാം. റിബൺ എന്താ? ടാബിനെ ഫോളോ അപ്പ് ചെയ്ത് വരുന്ന, ടാബിനകത്തുള്ള ഗ്രൂപ്പുകളും കമാൻഡുകളും അല്ലെങ്കിൽ ടൂളുകളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടാബിൻ്റെ ഇൻ്റർഫേസ് ആണ് ഏത്? റിബൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ടാബിനെ ഫോളോ അപ്പ് ചെയ്ത് വരുന്ന ഗ്രൂപ്പുകളും അതുപോലെ കമാൻഡുകളും അതുപോലെ തന്നെ ടൂളുകളും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ടാബിൻ്റെ ഭാഗമാണ് ഏത്? റിബൺ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഈ കണ്ടോ, ഇത് ഹോം ടാബാണ്. ഹോം ടാബിൻ്റെ റിബണാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിൻ്റെ ഹോം ടാബിൻ്റെ ഗ്രൂപ്പും ഹോം ടാബിൻ്റെ കമാൻഡുകളും എല്ലാം അതിനകത്തായിരിക്കും, ഹോം ടാബിൻ്റെ റിബണിലായിരിക്കും. ഞാൻ ഇൻസേർട്ട് ടാബ് എടുക്കുമ്പോൾ ഇൻസേർട്ട് ടാബിൻ്റെ റിബൺ വരും. പേജ് ലേഔട്ട് ടാബ് എടുക്കുമ്പോൾ പേജ് ലേഔട്ട് ടാബിൻ്റെ റിബൺ വരും. മെയിലിങ്സ് ടാബ് എടുത്താൽ മെയിലിങ്സ് ടാബിൻ്റെ റിബൺ വരും. അപ്പോൾ ആദ്യം 7 ടാബുകൾ പഠിക്കുക എന്നുള്ളതാണ്, വിട്ട് കളയരുത്. 7 ടാബുകൾ ആദ്യമേ പഠിക്കുക. ഒന്നാമത്തത് ഹോമാണ്, രണ്ടാമത്തത് ഇൻസേർട്ടാണ്, മൂന്നാമത് പേജ് ലേഔട്ടാണ്, നാലാമത്തത് റെഫറൻസ് ആണ്, അഞ്ചാമത്തത് മെയിലിങ്സ് ആണ്, 6 റിവ്യൂ, 7 വ്യൂ. ഓക്കെ അല്ലേ? ഇതിനൊക്കെ എന്തുണ്ട്? ആക്സസ് കീകളുണ്ട്. ആക്സസ് കീ എന്താ? ഓരോ ടാബും നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീബോർഡ് ഷോർട്ട് കട്ടുകളാണ് ആക്സസ് കീ എന്ന് പറയുന്നത്. ഹോം ടാബ് ആക്സസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയൂല, ആക്സസ് കീ ആണ്. ഹോം ടാബ് ആക്സസ് ചെയ്യാനുള്ള ആക്സസ് കീ ആണ് Alt+H. ഇൻസേർട്ട് ടാബ് ആണെങ്കിൽ Alt+N. പേജ് ലേഔട്ട് ടാബ് ആണെങ്കിൽ Alt+P. റെഫറൻസ് ടാബ് ആണെങ്കിൽ Alt+S. മെയിലിങ്സ് ആണെങ്കിൽ Alt+M. റിവ്യൂ ആണെങ്കിൽ Alt+R. വ്യൂ ആണെങ്കിൽ Alt+W എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഇതാണ് ആക്സസ് ചെയ്യാനുള്ള ആക്സസ് കീകളെന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇതിൽ ആദ്യത്തേതാണ് ഹോം ടാബ്. ആദ്യത്തെ ടാബാണ് ഏത്? ഹോം ടാബ്. ക്ലിയർ അല്ലേ? എപ്പോഴും ഓർമ്മിക്കുക, ഹോം ടാബാണ് ഫസ്റ്റ് ടാബ്. ഫസ്റ്റ് കിടക്കുന്ന ഹോം ടാബ് ആയിരിക്കും. നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് എടുക്കുന്ന സമയത്ത് ഹോം ടാബും ഉണ്ടാവും, ഹോം ടാബിൻ്റെ എന്തും ഉണ്ടാവും, ഹോം ടാബിൻ്റെ റിബണും ഉണ്ടാവും. ക്ലിയർ അല്ലേ? നമുക്ക് വേണ്ട എങ്കിൽ റിബൺ എന്ത് ചെയ്യാൻ പറ്റും? ഹൈഡ് ചെയ്യാൻ പറ്റും. റിബൺ വേണ്ടെങ്കിൽ റിബൺ ഹൈഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞ ടാബ് ബാർ ഉണ്ട് മുകളിൽ, അതിൽ ആ ടാബ് ബാറിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് കൊടുക്കുക? മിനിമൈസ് ദ റിബൺ കൊടുക്കുക. റിബൺ എന്ത് ചെയ്യാൻ പറ്റും? മിനിമൈസ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? റിബണിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ടാബ് ബാറിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ റിബണിൽ തന്നെ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റിബണിൽ തന്നെ വെച്ച് എന്ത് ചെയ്താൽ മതി? റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റിബണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? മിനിമൈസ് ചെയ്താൽ മതി. റിബണിൻ്റെ ഭാഗത്തിൽ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റിബൺ, ഇതൊക്കെ റിബണാണ്, നോക്കിയോ, റിബണാണ്. റിബണിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, മിനിമൈസ് ദ റിബൺ. ക്ലിയർ അല്ലേ? റിബൺ എന്ത് ചെയ്യാൻ പറ്റും? മിനിമൈസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? റിബണിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റിബണിന് എന്ത് ചെയ്യാൻ പറ്റൂടാ? മിനിമൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഓർമ്മിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കാം. റിബൺ മിനിമൈസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ്. റിബൺ മിനിമൈസ് ചെയ്യാനുള്ള റിബൺ മിനിമൈസ് റീസ്റ്റോർ ആണ്. മിനിമൈസ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനും ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ മറക്കല് Ctrl+F1 ആണ്. മറക്കല്ലേ? Ctrl+F1 ആണ് ഷോർട്ട് കട്ട് കീ എന്ന് പഠിച്ചോണം വളരെ. ക്ലിയർ അല്ലേ? Ctrl+F1. നമ്മൾ നേരത്തെ Ctrl+F2 പഠിച്ചില്ലേ? F2 എന്താ? Ctrl+F2 എന്താ? പ്രിന്റ് പ്രിവ്യൂ ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് Ctrl+F1 ആണ് എന്ന് ഓർമ്മിക്കുക. Ctrl+F1 ആണ് റിബൺ ഹൈഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഷോ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ. ഹൈഡും ചെയ്യാം, ഷോയും ചെയ്യാം. ഹൈഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ച് ഷോ ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോൾ റിബണിൻ്റെ കാര്യം മറക്കല്ല്. ടാബ് ബാറിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുകയോ റിബണിൽ തന്നെ എവിടെയെങ്കിലും വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുകയോ ചെയ്ത് നമുക്ക് മിനിമൈസ് കൊടുക്കാം, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കാം. ക്ലിയർലി? അപ്പോൾ നമുക്ക് 7 ടാബുകളുണ്ട്. അതിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ടാബ് ഏതാണ്? ഹോം ടാബാണ്. ആദ്യത്തെ ടാബ് മറക്കൽ ഹോം ടാബാണ്. ഹോം ടാബിലേക്ക് വരാം. നമുക്ക് നോക്കിക്കോ,
ഞാനിതാ ഇപ്പോൾ എവിടെ നിൽക്കുകയാണ്, ഹോം ടാബിൽ നിൽക്കുകയാണ്. ഇത് ഹോം ടാബാണ് ഈ കാണുന്നത്. നിങ്ങൾ ഈ കാണുന്നത് എന്ത് ടാബാണ്? ഹോം ടാബാണ്. ഹോം ടാബിൻ്റെ റിബൺ ഉണ്ട്. സ്വാഭാവികമായിട്ടും ആ റിബണിൽ ഹോം ടാബിൻ്റെ ഗ്രൂപ്പുകളുണ്ട്. പിള്ളേരെ കാണാതെ പഠിച്ചോ റിബണിൽ അല്ലെങ്കിൽ ഹോം ടാബിൻ്റെ ഗ്രൂപ്പുകളുണ്ട്. ഹോം ടാബിൽ വേർഡിൽ 5 ഗ്രൂപ്പുകളാണുള്ളത്. ഇപ്പോഴേ പഠിച്ചങ്ങ് വെച്ചോ. ഹോം ടാബിൽ വേർഡ് നമ്പറുകൾ പറയുന്നത് ഓർമ്മിക്കാം, പിന്നീട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. ക്ലിയർലേ? അതായത് ഞാനിപ്പോൾ ഒരു നമ്പർ 5 പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലെടുക്കാം 5 ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ആ 5 കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റും. അപ്പോൾ ഓർമ്മിക്കുക, മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഹോം ടാബിന് 5 ഗ്രൂപ്പുകളാണുള്ളത്. ഓർമ്മിക്കുക, മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഹോം ടാബിന് 5 ഗ്രൂപ്പുകളാണുള്ളത്. പിടിച്ചോ, ഇതാ എഴുതിക്കോ. ഒന്നാമത്തതാണ് ക്ലിപ്പ് ബോർഡ്. ഇതാ കിടപ്പുണ്ട് ക്ലിപ്പ് ബോർഡ്. ഒന്നാമത്തത് ക്ലിപ്പ് ബോർഡ്. രണ്ടാമത്തത് ഇതാ കിടപ്പുണ്ട് ഫോണ്ട്. രണ്ടാമത്തത് ഫോണ്ട്. മൂന്നാമത്തത് ഇതാ കിടപ്പുണ്ട് പാരഗ്രാഫ്. മൂന്നാമത്തത് ഏതാണ്? പാരഗ്രാഫ്. നാലാമത്തത് ഇവിടെ കിടപ്പുണ്ട് സ്റ്റൈൽസ്. നാലാമത്തത് സ്റ്റൈൽസ്. അഞ്ചാമത്തത് കിടപ്പുണ്ട് എഡിറ്റിംഗ്. പിള്ളേരെ എഡിറ്റിംഗ്. അപ്പോൾ 1 ക്ലിപ്പ് ബോർഡ്, 2 ഫോണ്ട്, 3 പാരഗ്രാഫ്, 4 സ്റ്റൈൽസ്, അഞ്ചാമത്തത് എഡിറ്റിംഗ്. ഓക്കെ അല്ലേ? എഴുതി വെച്ച് പഠിച്ചല്ലോ. അപ്പോൾ 5 ഗ്രൂപ്പുകളാണ് ആർക്കുള്ളത്? ഹോം ടാബിന് ഉള്ളതെന്ന് പഠിക്കാം. ക്ലിയർലേ? ഇതിൽ ഓരോ ഗ്രൂപ്പുകളാണ് നമുക്കിനി എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. ക്ലിയർലേ? ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ആദ്യത്തെ ഗ്രൂപ്പ് ക്ലിപ്പ് ബോർഡാണ്. ഓർമ്മിക്കുക, ആദ്യത്തെ ഗ്രൂപ്പ് ഏതാണ്? ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പാണെന്ന് പഠിക്കുക. ക്ലിയർലേ? ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിൽ എത്ര ഫംഗ്ഷൻ ഉണ്ട് എന്ന് ആദ്യം എണ്ണി പഠിക്കുക. ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിൽ എത്ര ഫംഗ്ഷനാണ് ഉള്ളതെന്ന് ആദ്യം ഒന്ന് എണ്ണി വയ്ക്കുക. ക്ലിയർലേ? ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിൽ എത്ര ഫംഗ്ഷൻ ഉണ്ടെന്ന് ആദ്യം നോക്കിയേ. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ കുറച്ചേ കാണുള്ളൂ അല്ലേ? ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. പക്ഷേ 7 ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്. എത്ര ഫംഗ്ഷൻ ഉണ്ട്? 7 എണ്ണം ഉണ്ടെന്ന് പഠിക്കുക. ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിൽ എത്ര ഫംഗ്ഷൻ ഉണ്ട് പിള്ളേരെ? 7 ഫംഗ്ഷനാണ് ഉള്ളത്. ഓർമ്മിക്കണേ, മറക്കല്ലേ. ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിൽ എത്ര ഫംഗ്ഷൻ ഉണ്ട് പിള്ളേരെ? 7 ഫംഗ്ഷനാണ് അതിനകത്തുള്ളതെന്ന് പഠിക്കുക. ഒന്നാമത്തത് കട്ടാണ്. രണ്ടാമത്തത് കോപ്പിയാണ്. മൂന്നാമത്തത് പേസ്റ്റ് ആണ്. നാലാമത്തത് പേസ്റ്റ് സ്പെഷ്യൽ. ഇവിടെ കാണാൻ പറ്റൂല, ഞാൻ എടുത്ത് കാണിച്ചു തരാം. പേസ്റ്റ് സ്പെഷ്യൽ കണ്ടോ? പേസ്റ്റ് സ്പെഷ്യൽ. അടുത്ത താഴെ ഒന്നും കിടപ്പുണ്ട് പേസ്റ്റസ് ഹൈപ്പർ ലിങ്ക്. 7 ഫംഗ്ഷനാണ് ഉള്ളത്. ഓർമ്മിക്കുക, ഇതെല്ലാം നമ്മൾ പഠിക്കണം. കാരണം നമുക്ക് ഓൺലൈൻ എക്സാമുകൾ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഈച്ച് ആൻഡ് എവറി ഭാഗത്ത് നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് വേർഡിൻ്റെ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. നമുക്ക് പഠിക്കാത്ത ഒന്നും വിടാൻ പറ്റില്ല. ക്ലിയർലി? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം പഠിപ്പിക്കുന്നത്. എല്ലാ ഏരിയയും ടച്ച് ആയിട്ട് തന്നെ നമ്മളെ ക്ലാസ് കൊണ്ടുപോകും. ക്ലിയർലി? അപ്പോൾ ഒന്ന് ക്ലിപ്പ് ബോർഡാണ്. ക്ലിപ്പ് ബോർഡിൽ നമുക്ക് 7 ഫംഗ്ഷനാണുള്ളത്. ഒന്നാമത്തെ ഏതാണ്? കട്ട്. 2 കോപ്പി, 3 പേസ്റ്റ്, 4 പേസ്റ്റ് സ്പെഷ്യൽ, 5 പേസ്റ്റസ് ഹൈപ്പർ ലിങ്ക്, 6ാമത്തെ ഫോർമാറ്റ് പെയിൻറ്റർ. 6 ഉള്ളൂ കേട്ടോ. 1 2 3 4 5 6 ഇവിടെ പേസ്റ്റ് ഒരിക്കൽ പറഞ്ഞല്ലോ. അപ്പോൾ 6 ഫംഗ്ഷനാണ്. ശ്രദ്ധിക്കുക, 6 ഫംഗ്ഷനാണ്. ഒന്നുമില്ല, കട്ട്, കോപ്പി, പേസ്റ്റ്. മറക്കല്ലേ? ഏതൊക്കെയാണ്? കട്ട്, കോപ്പി, പേസ്റ്റ്, അതുപോലെ പേസ്റ്റ് സ്പെഷ്യൽ, പേസ്റ്റസ് ഹൈപ്പർ ലിങ്ക്, ഫോർമാറ്റ് പെയിൻറ്റർ. അങ്ങനെ 6 എണ്ണമാണ്. മാറിപ്പോയതാണ്. 6 ഫംഗ്ഷനാണ് ആ ക്ലിപ്പ് ബോർഡിനകത്തുള്ളത്. അത് എന്തായാലും എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഈ നമ്പറൊന്നും ചോദിക്കില്ല, ഞാൻ പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി നമ്പറായിട്ട് പറഞ്ഞു തരുന്നേ ഉള്ളൂ. 6 ഫംഗ്ഷൻ അതിനകത്തുണ്ടെന്നുള്ളത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ക്ലിയർലി? ശരി, ഇനി ശ്രദ്ധിക്കുക. ക്ലിപ്പ് ബോർഡിലുള്ള ഓരോ ഫംഗ്ഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യം കട്ടാണ് നമുക്ക് പറയാനുള്ളത്. കട്ട് എന്താണെന്നുള്ളതാണ്. കട്ടെന്ന് പറഞ്ഞാൽ സെലക്റ്റഡ് കണ്ടന്റിനെ, സെലക്റ്റഡ് ഐറ്റത്തിനെ എന്ന് പറയാം. കണ്ടന്റ് എന്ന് പറയണമെന്നില്ല, ഐറ്റം എന്ന് പറഞ്ഞാലും മതി. സെലക്റ്റഡ് ഐറ്റത്തിന്, ഐറ്റം എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെ വരാം? ടെക്സ്റ്റ് വരാം, ഷേപ്പ് വരാം, ഒബ്ജക്റ്റ് വരാം, പിക്ചർ വരാം. ക്ലിയർലി? സെലക്റ്റഡ് ഐറ്റത്തിനെ താൽക്കാലികമായി റിമൂവ് ചെയ്യുന്നതിന് എന്ന് തന്നെ പഠിക്കണം. ക്ലിയർലി? ഒരു ഡോക്യുമെൻറ്റിൽ സെലക്റ്റഡ് ഐറ്റത്തെ താൽക്കാലികമായി റിമൂവ് ചെയ്യുന്നതിന്, പിള്ളേരെ ഓർമ്മിക്കണേ, ഒരു ഡോക്യുമെൻറ്റിൽ സെലക്റ്റഡ് ഐറ്റത്തെ താൽക്കാലികമായി റിമൂവ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് കട്ട് എന്ന് പറയുന്നത്. ഓർമ്മിക്കൂലേ? സെലക്റ്റഡ് ഐറ്റത്തെ താൽക്കാലികമായി റിമൂവ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കട്ട് നമുക്ക് താൽക്കാലികമായിട്ട് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഇവിടുന്ന് കട്ട് കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. കുറച്ച് ഡോക്യുമെൻ്റ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കണ്ടന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
ഞാനിതിൽ കുറച്ച് ഭാഗം ഇതിലുള്ള കുറച്ച് ഭാഗം ഞാൻ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, കട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പം ഞാൻ സെലക്ട് ചെയ്ത് എന്ത് കൊടുത്തു, കട്ട് കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് താൽക്കാലികമായി അതെന്തായി, റിമൂവായി. ഇതിപ്പോൾ ടെക്സ്റ്റാണ് ഞാൻ ചെയ്തത്, എനിക്ക് ഒബ്ജക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യാം, എനിത്തിങ്. ക്ലിയർലി കട്ട് സെലക്ട് ചെയ്യാൻ കഴിയുന്ന ഏതൊരു ഐറ്റത്തെയും നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്താൽ എന്താവും, താൽക്കാലികമായിട്ട് അത് അവിടെ എന്തായി, റിമൂവായി. താൽക്കാലികമായിട്ട് അവിടെ എന്തായി, റിമൂവായി. താൽക്കാലികം എന്നവിടെ പറയാൻ കാരണം ഇത് പെർമനൻ്റ്ലി പോയിട്ടില്ല. ഈ കട്ട് ചെയ്ത മാറ്റർ നേരെ എങ്ങോട്ടാണ് പോകുന്നത്, നേരെ പോയി വീഴുന്നത് എവിടെയാണ്, ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന മെമ്മറിയിലാണ്. ഏത് മെമ്മറിയിലാണ്, ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന മെമ്മറിയിലേക്കാണ്. ഈ കട്ട് ചെയ്ത ഐറ്റം നേരെ പോകുന്ന എങ്ങോട്ടാണ് പിള്ളേരെ, ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന മെമ്മറിയിലേക്കാണ്. കണ്ടില്ലേ, ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന മെമ്മറിയിൽ അതുണ്ട്. കണ്ട, ഓൺ ദ ഇൻസേർട്ട് ടാബ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന കണ്ട. അപ്പോൾ ഓർമ്മിക്കുക, കട്ട് ചെയ്യുന്ന ഐറ്റത്തെ സ്റ്റോർ ചെയ്യുന്ന, കട്ടല്ലെങ്കിൽ നമ്മളിനിപ്പോൾ കോപ്പി പഠിക്കും, കോപ്പി ആയാലും കട്ടോ കോപ്പിയോ ചെയ്തൊരു ഐറ്റത്തെ സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണ് ക്ലിപ്പ് ബോർഡ് മെമ്മറി. ഇറ്റ് ഈസ് എ ടെമ്പററി ആൻഡ് വോളറ്റൈൽ മെമ്മറിയാണ്. ഇതൊരു ടെമ്പററി വോളറ്റൈൽ മെമ്മറിയാണ് ക്ലിപ്പ് ബോർഡ്. എപ്പോഴും ഓർമ്മിക്കുക, കട്ട് ഓർ കോപ്പി ചെയ്ത ഐറ്റത്തെ സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണ് ക്ലിപ്പ് ബോർഡ് മെമ്മറി. ഓർമ്മിക്കണേ, ഇതൊരു മെമ്മറിയാണ്. ഇതിൻ്റെ ഫിസിക്കൽ മെമ്മറി റാമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, കട്ടല്ലെങ്കിൽ കോപ്പി ചെയ്യുന്ന ഐറ്റത്തെ എന്ത് ചെയ്യും, ഇത് സ്റ്റോർ ചെയ്യും. മറക്കല്ലേ പിള്ളേരെ, കട്ടല്ലെങ്കിൽ കോപ്പി ചെയ്ത ഐറ്റത്തെ ഇത് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ഇത് ക്ലിപ്പ് ബോർഡ് മെമ്മറിയാണ്. ഏത് മെമ്മറിയാണ്, ക്ലിപ്പ് ബോർഡ് മെമ്മറിയാണ്. അപ്പോൾ ഈ ക്ലിപ്പ് ബോർഡ് മെമ്മറിയിൽ മാക്സിമം 24 ഐറ്റംസ്, മാക്സിമം എത്രയാണ്, 24 ഐറ്റംസ് ആയിരിക്കും എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യാൻ കഴിയുക. മാക്സിമം ഇതിനകത്ത് എത്ര ഐറ്റംസ് സ്റ്റോർ ചെയ്യാൻ പറ്റും, 24 ഐറ്റംസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ക്ലിപ്പ് ബോർഡ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന മാക്സിമം ഐറ്റം എന്നാണ് ഞാൻ പറഞ്ഞത്. ഐറ്റം എന്ന് പറയാൻ കാരണം ഒരു ഇൻഡിവിജ്വലി ഒരു കാര്യമല്ലല്ലോ. ഇപ്പം ഇനിയിപ്പോൾ ഷേപ്പ് കട്ട് ചെയ്താലും അല്ലെങ്കിൽ പിക്ചർ കട്ട് ചെയ്താലും അതൊക്കെ ഓരോ ഐറ്റംസ് ആണ്. ക്ലിയർലി, ഇപ്പോൾ ഇത്രയും വേർഡ് ഞാൻ ഒരുമിച്ച് സെലക്ട് ചെയ്തു, അത് നോക്കിയോ, ഇത്രയും വേർഡ് ഞാൻ ഒരുമിച്ച് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് കൊടുക്കുകയാണ്, കട്ട് കൊടുക്കുകയാണ്. അതൊരു ഐറ്റമായിട്ട് അവിടെ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. ഒരു ഐറ്റമായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ അവിടെ ഓർമ്മിക്കുക, മാക്സിമം 24 ഐറ്റംസ് അവിടെ എന്ത് ചെയ്യപ്പെടും, സ്റ്റോർ ചെയ്യപ്പെടും. അതാണ് ക്ലിപ്പ് ബോർഡ് മെമ്മറി. കട്ടോ കോപ്പിയോ ചെയ്യുന്ന ഐറ്റത്തെ സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണ് പിള്ളേരെ ക്ലിപ്പ് ബോർഡ് മെമ്മറി. ഏത് മെമ്മറി, ക്ലിപ്പ് ബോർഡ് മെമ്മറി. കട്ടിൻ്റെ ഷോർട്ട് കട്ട് കീ നിങ്ങൾക്ക് അറിയാം, Ctrl+X ആണ്. Ctrl+X ആണ് കട്ടിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് നിങ്ങൾക്കറിയാം. ക്ലിയർലി. അപ്പോൾ താൽക്കാലികമായി എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. താൽക്കാലികമായി റിമൂവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, കട്ട് ഉപയോഗിക്കുന്നത്. ഇനി നോക്കിയോ, ഇവിടെ ഞാൻ ഇതിനെ സെലക്ട് ചെയ്തു. അതുകൊണ്ട് യു ക്യാൻ യൂസ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ഇത്രയും മാറ്ററിന് ഞാൻ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. ഓക്കെ അല്ലേ, കാണാമല്ലോ നിങ്ങൾക്ക്, സെലക്ട് ചെയ്തു. ഇനി എനിക്ക് കട്ട് ചെയ്യാതെ തന്നെ ഇതിനെ മൂവ് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്യാതെ തന്നെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്, കട്ട് ചെയ്യാതെ ഇതെങ്ങനെ മൂവ് ചെയ്യാൻ നോക്കിയോ. കട്ട് ചെയ്യാതെ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ നിൽക്കുകയാണ്, നോക്കിയോ, ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ വച്ചിട്ട് മൗസ് പോയിൻ്റർ കൊണ്ടുവച്ച് ഇതിലെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, അതാണ്ട് ഇവിടെ താഴെ അതാണ്ട് ഈ ബ്ലോക്സ് എന്ന് പറഞ്ഞ് കിടക്കുന്നിടത്ത് കൊണ്ടുവയ്ക്കുകയാണ്. ക്ലിയർലി, ബ്ലോക്സ് എന്ന് പറഞ്ഞ് കിടക്കുന്നിടത്ത് കൊണ്ടുവച്ചു. കണ്ടോ. അപ്പോൾ അവിടെ നിന്ന് ആ യു ക്യാൻ എന്ത് ചെയ്തു, ഇവിടെ താഴെ വന്നു. യു ക്യാൻ എവിടെ വന്നു, ഇങ്ങ് താഴെ വന്നു. കണ്ടില്ലേ. ഇപ്പം ഞാൻ ചെയ്ത ഈ പ്രവൃത്തിയെ വിളിക്കുന്ന പേരാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. പിള്ളേരെ മറക്കല്ലേ, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ക്ലിയർലി, ഈ ചെയ്ത ഐറ്റത്തെ വിളിക്കുന്ന പേരാണ് ഏത്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഓർമ്മിക്കുക, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ക്ലിയർലി, ഓർമ്മിച്ചിരിക്കുക, മറക്കല്ലേ. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറയും. ക്ലിയർലി, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഓർമ്മിച്ചിരിക്കുക. ക്ലിയർലി, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്നാണ് അതിനെ വിളിക്കുന്നത്. മറക്കല്ലേ, അതിൻ്റെ പേരാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറയും. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്നാണ് ആ ഒരു സംവിധാനത്തെ അറിയപ്പെടുന്ന പേര്. അതായത് നമ്മൾ കട്ടോ കോപ്പിയോ ചെയ്യുന്നതിന് പകരം ഒരു സെലക്റ്റഡ് ഐറ്റത്തെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്ത് വലിച്ച് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കാം. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് വിളിക്കുന്നത് എന്ന് ഓർമ്മിക്കുക. ഈസി വേ ടു കട്ട് ആൻഡ് പേസ്റ്റ് എന്നുള്ളതാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഈസി വേ ടു കട്ട് ആൻഡ് പേസ്റ്റ് എന്ന് ചോദിച്ചാൽ ഏതാണ്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് എഴുതുക. ഓക്കെ അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത് കോപ്പിയാണ്. കോപ്പി ഇങ്ങനെ പഠിക്കണം, ശ്രദ്ധിക്കുക. സെലക്റ്റഡ് ഐറ്റത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് കോപ്പി. നമ്മൾ നേരത്തെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പഠിച്ച് സേവ് ചെയ്ത ഫയലുകളുടെ ഒരു ഫയലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനാണ് സേവസ് ഉപയോഗിച്ചത്.
ഇത് സെലക്റ്റഡ് ഐറ്റത്തിൻ്റെ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കണം. സെലക്റ്റഡ് ഐറ്റത്തിൻ്റെ അതിന് എന്തോ ആവാം. സെലക്റ്റഡ് ഐറ്റം എന്താണോ സെലക്ട് ചെയ്തിരിക്കുന്നത് മറ്റത് സേവ് ചെയ്ത ഫയലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇത് സെലക്റ്റഡ് ഐറ്റത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിന് എന്നാണ് ചോദ്യം. സെലക്റ്റഡ് ഐറ്റത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് കോപ്പി. പിള്ളേരെ മറക്കല്. സെലക്റ്റഡ് ഐറ്റത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കോപ്പിയാണ് പിള്ളേരെ. കോപ്പിയാണെന്ന് പഠിക്കുക. ക്ലിയർലേ? കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യണം. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ കട്ട് പേസ്റ്റും ഉണ്ട്, കോപ്പി പേസ്റ്റും ഉണ്ട്. ഇപ്പോൾ നമ്മൾ കട്ടോ കോപ്പിയോ ചെയ്ത് എന്താ സംഭവിക്കുക? ഇത് നേരെ എങ്ങോട്ട് പോകും? ക്ലിപ്പ് ബോർഡിലേക്ക് പോകും. പക്ഷേ തിരിച്ചിത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? പേസ്റ്റ് കൊടുക്കണം. ക്ലിയർലേ? അപ്പോൾ അവിടെ ഒരു കാര്യം കൂടി പഠിക്കണം. ഒരു ഐറ്റത്തെ ക്ലിപ്പ് ബോർഡിൽ നിന്ന് പേജിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് പേസ്റ്റിംഗ് എന്ന് പറയും. ക്ലിയർലേ? ഒരു ഐറ്റത്തെ ക്ലിപ്പ് ബോർഡിൽ നിന്ന് എങ്ങോട്ട്? പേജിലേക്ക്. ക്ലിപ്പ് ബോർഡിലേക്കാണെങ്കിൽ കട്ട് അല്ലെങ്കിൽ കോപ്പി, ക്ലിപ്പ് ബോർഡിൽ നിന്ന് പേജിലേക്കാണെങ്കിൽ പേസ്റ്റിംഗ്. ക്ലിപ്പ് ബോർഡിൽ നിന്ന് പേജിലേക്കാണെങ്കിൽ ഏതാണ്? പേസ്റ്റിംഗ് ആണ് ഫംഗ്ഷൻ എന്ന് പഠിക്കണം. ക്ലിയർലേ? അപ്പോൾ ഒരു ഐറ്റത്തെ നമ്മൾ ക്ലിപ്പ് ബോർഡിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് കട്ടും കോപ്പിയും ഉപയോഗിക്കുന്നത്. ആ ഐറ്റത്തെ ക്ലിപ്പ് ബോർഡിൽ നിന്ന് പേജിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എന്തുപയോഗിക്കും? പേസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കും പിള്ളേരെ. ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കും? പേസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കും. പേസ്റ്റിൻ്റെ ഷോർട്ട് കട്ട് കീ എന്താ? പേസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഷോർട്ട് കട്ട് കീ എന്താ? പേസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ പ്ലസ് വി എന്ന് പറയുന്നത്. കൺട്രോൾ പ്ലസ് വി ആണ് പേസ്റ്റിൻ്റെ ഷോർട്ട് കട്ട് കീ. ഒരിക്കലും മറക്കരുത്. കൺട്രോൾ പ്ലസ് വി ആണ് പേസ്റ്റിൻ്റെ ഷോർട്ട് കട്ട് കീ. അപ്പോൾ കട്ടായി, കോപ്പിയായി, പേസ്റ്റായി. ഓക്കെ അല്ലേ? കട്ട് എന്താ? കട്ട് താൽക്കാലികമായി റിമൂവ് ചെയ്യുന്നു. കോപ്പി എന്താ? ഡ്യൂപ്ലിക്കേറ്റ്, സെലക്റ്റഡ് ഐറ്റത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു അല്ലേ? അടുത്ത് പേസ്റ്റ് എന്താ? ഈ ഐറ്റംസ് അല്ലേ, കട്ടും കോപ്പി ചെയ്ത ഐറ്റംസ് എല്ലാം ഇവിടെ കാണും, ക്ലിപ്പ് ബോർഡിൽ കാണും. അവിടെ നിന്ന് പേജിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഏത്? പേസ്റ്റ്. ഇത്രയാണ് പഠിച്ചത്. ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഭാഗമാണ്. പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്. കട്ട് അറിയാം നിങ്ങൾക്ക്, കോപ്പി അറിയാം, അതുപോലെ പേസ്റ്റ് അറിയാം. ഇനി പേസ്റ്റ് സ്പെഷ്യൽ എന്നതാണ്. നോക്കൂടാ, നമുക്കിപ്പോൾ ഞാനിവിടെ ഒരു പേര് ടൈപ്പ് ചെയ്യണം. നോക്കിയോ, ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ദാണ്ടെ ഒരു പേര് ടൈപ്പ് ചെയ്യണം. ഇപ്പം അശ്വതി എന്ന് പറയുന്ന പേര് ഞാൻ എന്ത് ചെയ്തു? ടൈപ്പ് ചെയ്തു അല്ലേ? അശ്വതി എന്ന് പറയുന്ന ഒരു പേര് ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ടൈപ്പ് ചെയ്തു. ഈ പേരിനെ ഞാൻ എന്ത് ചെയ്തു? സെലക്ട് ചെയ്യുന്നു. ഈ പേരിനെ ഞാൻ സെലക്ട് ചെയ്തു, കട്ട് അല്ലെങ്കിൽ കോപ്പി കൊടുത്തു. ഇപ്പോൾ ഞാൻ കോപ്പിയാണ് കൊടുത്തത്. ഓക്കെ, കോപ്പി കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാൽ ഞാൻ ഈ പേര് താഴോട്ട് കൊണ്ടുവച്ച് ഇവിടെ താഴെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം? പേസ്റ്റ് ചെയ്യണം. മുകളിൽ കിടക്കുന്ന അശ്വതി ഞാൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത അശ്വതിയാണ് താഴെ കിടക്കുന്നത്. ക്ലിപ്പ് ബോർഡിൽ നിന്ന് പേസ്റ്റ് ചെയ്ത അശ്വതിയാണ്. ക്ലിപ്പ് ബോർഡിൽ നിന്ന് എനിക്ക് എത്ര തവണ വേണമെങ്കിലും എന്ത് ചെയ്യാം? ഇനി പേസ്റ്റ് ചെയ്യാം. എത്ര വേണമെങ്കിലും അശ്വതി എന്ത് ചെയ്യാം? പേസ്റ്റ് ചെയ്യാം. കണ്ടോ, എത്ര തവണ വേണമെങ്കിലും അശ്വതി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എത്ര തവണ പേസ്റ്റ് ചെയ്താലും മുകളിൽ കിടക്കുന്ന സെയിം ഫോർമാറ്റിൽ തന്നെയാണ് താഴോട്ട് എന്ത് ചെയ്യുന്നത്? വരുന്നത്. മുകളിൽ കിടക്കുന്നത് ടെക്സ്റ്റ് ഫോർമാറ്റിലാണ്, താഴെ കിടക്കുന്നത് എന്ത് ഫോർമാറ്റിൽ തന്നെയാണ്? ടെക്സ്റ്റ് ഫോർമാറ്റിൽ തന്നെയാണ്. അതിലൊരു മാറ്റവും ഇല്ല. എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? പേസ്റ്റ് ചെയ്യാം. അതിലൊരു മാറ്റവും വരില്ല. ഫോർമാറ്റിൽ മാറ്റമില്ല. ടെക്സ്റ്റ് ഫോർമാറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പേസ്റ്റ് സ്പെഷ്യലായിട്ട് എന്ത് ചെയ്യുന്നു? പേസ്റ്റ് ചെയ്യുന്നു. സ്പെഷ്യലായിട്ട് പേസ്റ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പേസ്റ്റ് സ്പെഷ്യൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ചിന്തിക്കണം, എന്താണ് ഈ സ്പെഷ്യൽ പേസ്റ്റിംഗ്? അതായത് നമ്മളിപ്പോൾ നിലവിലൊരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ ആ കണ്ടൻറ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ഫോർമാറ്റ് ഏതാണോ അതേ ഫോർമാറ്റിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പേസ്റ്റ് ആവുന്നത്. ആ ഒബ്ജക്റ്റ് എങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെയാണ് വരിക. കോപ്പി പേസ്റ്റ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയില്ല. അപ്പോൾ അതെങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെ തന്നെ പേസ്റ്റ് ആവും. എന്നാൽ ഓർമ്മിക്കുക, സെലക്റ്റഡ് അല്ലെങ്കിൽ കോപ്പി ചെയ്ത ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ടെക്സ്റ്റ് അല്ലെങ്കിൽ എനിത്തിങ് എന്താണോ നമ്മൾ കോപ്പി ചെയ്തത്, ആ കോപ്പി ചെയ്ത ഐറ്റത്തെ നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആക്ച്വലി ഉള്ള ഒറിജിനലായിട്ടുള്ള ഫോർമാറ്റിലല്ല പേസ്റ്റ് ആകേണ്ടത് എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്നത്. ക്ലിയർലി? അതായത് കോപ്പി ചെയ്ത ഐറ്റത്തെ കസ്റ്റം ഫോർമാറ്റിൽ, മറ്റേതെങ്കിലും ഫോർമാറ്റിൽ, കസ്റ്റം ഫോർമാറ്റിൽ പേസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ്
പേസ്റ്റ് സ്പെഷ്യൽ എന്നാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർലി? ഒരു ഉദാഹരണം നോക്കിയോ. അശ്വതി എന്ന് പറയുന്ന ഐറ്റത്തെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ടെക്സ്റ്റിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കോപ്പി ചെയ്തിട്ടുണ്ട്. ഞാൻ പേസ്റ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം അശ്വതി എങ്ങനെയാണോ കോപ്പി ആയത് അതുപോലെ തന്നെ എന്താവും, പേസ്റ്റ് ആവും. ഇവിടെ എനിക്ക് ഈ അശ്വതി എനിക്ക് ബോൾഡ് ആക്കാം, വലിപ്പം കൂട്ടാം. ഈ അശ്വതി എനിക്ക് ബോൾഡ് ആക്കാം, അല്ലെങ്കിൽ ഇറ്റാലിക്സ് ആക്കാം, വലിപ്പം കൂട്ടാം. ഈ അശ്വതി എനിക്ക് സെലക്ട് ചെയ്ത് വലുതാക്കാം, ബോൾഡ് ആക്കാം, ഇറ്റാലിക് ആക്കാം. ഈ അശ്വതി എനിക്ക് സെലക്ട് ചെയ്ത് ബോൾഡ് ആക്കാം, വലുതാക്കാം. ഈ അശ്വതിയും എനിക്ക് അങ്ങനെ ചെയ്യാം. ക്ലിയർലി? ഈ പറഞ്ഞ എല്ലാ അശ്വതിമാരെയും എനിക്ക് എന്ത് ചെയ്യാം, ബോൾഡ് ആക്കാം, സൈസ് വലുതാക്കാം, ബോൾഡ് ആക്കാം. ഓക്കെ, ശരി, നിങ്ങൾക്ക് അത് ഓക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ അടുത്ത പുതിയൊരു അശ്വതിയെ വീണ്ടും ഞാൻ പേസ്റ്റ് ചെയ്യണം. ക്ലിപ്പ് ബോർഡിൽ നിന്ന് ഈ അശ്വതിയെ ഞാൻ പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ ഞാൻ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നില്ല, പേസ്റ്റ് ചെയ്യുന്നില്ല. പകരം ഏതെടുക്കുകയാണ്, പേസ്റ്റ് സ്പെഷ്യൽ എടുക്കുകയാണ്. ഏതെടുക്കുകയാണ്, പേസ്റ്റ് സ്പെഷ്യൽ എടുത്തിട്ട് ഒന്നുകൂടി ഞാൻ കോപ്പി ചെയ്യണേ. കോപ്പി ചെയ്തിട്ട് വേണം പോയി. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്തു, എന്നിട്ട് പോയിട്ട് എന്ത് ചെയ്യുന്നു, പേസ്റ്റ് സ്പെഷ്യൽ എടുക്കുകയാണ്. പേസ്റ്റ് സ്പെഷ്യൽ എടുത്തിട്ട് ഞാൻ ഇവിടെ കുറച്ച് കസ്റ്റം ഫോർമാറ്റുകൾ ഇവിടെ ഉണ്ട്. ഞാൻ ഇതിൽ പോയിട്ട് പിക്ചർ വിൻഡോസ് മെറ്റാ ഫയൽ എന്ന് പറയുന്ന ഫോർമാറ്റ് കൊടുത്തു. ഇവിടെയാണ് പേസ്റ്റ് ആയത്. അശ്വതി ഇവിടെ പേസ്റ്റായി. ഇവിടെയാണ് പേസ്റ്റ് ആയത്. ഈ അശ്വതി ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്തു. അപ്പോൾ വിൻഡോസ് മെറ്റാ ഫയലിൽ പിക്ചർ ഫോർമാറ്റിലാണ് ഇതിപ്പോൾ എന്തായത്, പേസ്റ്റ് ആയത്. അല്ലെങ്കിൽ ഇവിടെ ഞാൻ വീണ്ടും നോക്കിയാൽ നിങ്ങൾ, ഞാൻ ഇതിനെ കോപ്പി ചെയ്യണം. ഇവിടെ നിന്ന് കോപ്പി ചെയ്യണം. എന്നിട്ട് ഇവിടെ കഴ്സർ ഇവിടെ കൊണ്ടുവച്ചു. ഇവിടെ പോയിട്ട് പേസ്റ്റ് സ്പെഷ്യലിൽ പോയിട്ട് വിൻഡോസ് മെറ്റാ ഫയലിൽ കൊടുത്തു. അപ്പോൾ ഈ അശ്വതി ഇവിടെ പേസ്റ്റായി. നിങ്ങൾ നോക്കിയാൽ ഈ അശ്വതിയുടെ ഫോർമാറ്റ് പിക്ചറാണ്. കണ്ടോ, പിക്ചർ ഫോർമാറ്റിലാണ് ഇവിടെ അശ്വതി എന്ത് ചെയ്തത്, പേസ്റ്റ് ആയിരിക്കുന്നത്. ഇത് പിക്ചറല്ല, ഇത് പിക്ചറാണ്. ഇത് പിക്ചറല്ല, ഇത് പിക്ചറല്ല, ഇത് ടെക്സ്റ്റാണ്. ഇതെല്ലാം ടെക്സ്റ്റാണ്. അപ്പോൾ പക്ഷേ ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ എന്തായി, ഇത് പിക്ചറായി. ഇവിടെ ചെയ്തപ്പോഴും എന്തായി, പിക്ചറായി. അപ്പോൾ ഈ പിക്ചർ ഫോർമാറ്റിലിരിക്കുന്ന അശ്വതി ഒരിക്കലും എനിക്ക് ടെക്സ്റ്റ് ഫോർമാറ്റിലുള്ള ഫോർമാറ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കോപ്പി ചെയ്യുന്ന ഐറ്റത്തിൻ്റെ ഫോർമാറ്റ് അല്ലാതെ മറ്റൊരു ഫോർമാറ്റിൽ, കസ്റ്റം ഫോർമാറ്റിൽ പേസ്റ്റ് ചെയ്യാനാണ് ഏത് ഉപയോഗിക്കുന്നത്, പേസ്റ്റ് സ്പെഷ്യൽ ഉപയോഗിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട പേസ്റ്റ് സ്പെഷ്യലിൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ ഓർമ്മിക്കുക, കോപ്പി ചെയ്ത ടെക്സ്റ്റുകളെ അല്ലെങ്കിൽ കട്ട് ചെയ്ത ടെക്സ്റ്റുകളെ കസ്റ്റം ഫോർമാറ്റിൽ മറ്റൊരു ഫോർമാറ്റിൽ പേസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് പേസ്റ്റ് സ്പെഷ്യൽ. അങ്ങനെ തന്നെ പഠിക്കണം, അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇനി ആ ടെക്സ്റ്റുകളുടെ കസ്റ്റം ഫോർമാറ്റ് ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്രയും ഒന്ന് പഠിച്ചു വയ്ക്കുക. കസ്റ്റം ഫോർമാറ്റ് ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്ത ഒരു ടെക്സ്റ്റിൻ്റെ കസ്റ്റം ഫോർമാറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാം ഒന്നും പറ്റുള്ളൂ. ഇവിടെ തന്നിക്കുന്ന കസ്റ്റം ഫോർമാറ്റിലേ പറ്റുള്ളൂ. കസ്റ്റം ഫോർമാറ്റുകൾ പഠിച്ചു വയ്ക്കുക. മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് ഒന്നാമത്തത്. മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ്. രണ്ടാമത്തത് ഫോർമാറ്റഡ് ടെക്സ്റ്റ്. മൂന്നാമത്തത് അൺഫോർമാറ്റഡ് ടെക്സ്റ്റ്. മൈക്രോസോഫ്റ്റ് കസ്റ്റം ഫോർമാറ്റാണ്, പേസ്റ്റ് സ്പെഷ്യലുള്ള കസ്റ്റം ഫോർമാറ്റാണ് പഠിക്കുന്നത്. ഒന്നാമത്തത് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് ഡോക്യുമെന്റ് ഒബ്ജക്റ്റ്. രണ്ടാമത്തത് ഫോർമാറ്റഡ് ടെക്സ്റ്റ്. മൂന്നാമത്തത് അൺഫോർമാറ്റഡ് ടെക്സ്റ്റ്. നാലാമത്തത് പിക്ചർ വിൻഡോസ് മെറ്റാ ഫയൽ. മറക്കല്ലേ, പിക്ചർ വിൻഡോസ് മെറ്റാ ഫയൽ. അടുത്തത് പിക്ചർ എൻഹാൻസ്ഡ് മെറ്റാ ഫയൽ. HTML ഫോർമാറ്റ്. അൺഫോർമാറ്റഡ് യൂണിക്കോഡ് ടെക്സ്റ്റ്. അങ്ങനെയുള്ള കുറച്ച് ഫോർമാറ്റുകളാണ് ഇവിടെ ഉള്ളത്. മറക്കല്ല, 7 ഫോർമാറ്റുകൾ പഠിക്കണം. 1, 2, 3, 4, 5, 6, 7. മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് ഡോക്യുമെന്റ് ഒബ്ജക്റ്റ്, ഫോർമാറ്റഡ് ടെക്സ്റ്റ്, അൺഫോർമാറ്റഡ് ടെക്സ്റ്റ്, പിക്ചർ വിൻഡോസ് മെറ്റാ ഫയൽ, പിക്ചർ എൻഹാൻസ്ഡ് മെറ്റാ ഫയൽ, അതുപോലെ HTML ഫോർമാറ്റ്, അൺഫോർമാറ്റഡ് യൂണിക്കോഡ് ടെക്സ്റ്റ്. അങ്ങനെയുള്ള 7 കസ്റ്റം ഫോർമാറ്റ് ഉണ്ട്. ഈ ഫോർമാറ്റിലേക്കൊക്കെ നമുക്ക് ടെക്സ്റ്റുകൾ എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഇവിടുന്ന് PSC ചോദിച്ചൊരു ചോദ്യമുണ്ട് പിള്ളേരെ. ഫോർമാറ്റഡ് ടെക്സ്റ്റിനെ അൺഫോർമാറ്റഡ് ടെക്സ്റ്റാക്കി പേസ്റ്റ് ചെയ്യുന്നതിന്, ഫോർമാറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ടെക്സ്റ്റിനെ അൺഫോർമാറ്റഡ് ടെക്സ്റ്റാക്കി പേസ്റ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏത് എന്ന് ചോദിച്ചാൽ അവിടെയും ആൻസർ ഏതാ വരിക, പേസ്റ്റ് സ്പെഷ്യലാണ്. ഓൾട്ട് കൺട്രോൾ വി ആണ് ഷോർട്ട് കട്ട് കീ. മറക്കല്ലേ, ഓൾട്ട് കൺട്രോൾ വി ആണ് ഷോർട്ട് കട്ട് കീ എന്ന് പഠിക്കാം. മറക്കല്ലേ, പേസ്റ്റ് സ്പെഷ്യലിന്റെ ഷോർട്ട് കട്ട് കീ വളരെ ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് വി ആണ് എന്നുള്ളത് മറക്കാതെ പഠിച്ചിരിക്കുക. ക്ലിയർലി?